പ്രളയ പ്രതിരോധ പദ്ധതിയായ റൂം 4 റിവർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 2018 പ്രളയത്തിന് പിന്നാലെ ആവിഷ്കരിച്ച പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. പദ്ധതിയുടെ നിലവിലെ സ്ഥിതി സർക്കാർ വെളിപ്പെടുത്തണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സജോ ദേവസ്യ ചേരുകയാണ്. സജോ, 2018 മഹാപ്രളയത്തിന് ശേഷം നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളടക്കം സന്ദർശിച്ച് കേരളത്തിൽ നൽകിയ വലിയ പ്രതീക്ഷയാണ് ഈ റൂം 4 റിവർ. പക്ഷേ അത് ഒന്നുമായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ മഴക്കാലത്തെ ഒരു സാഹചര്യം മാത്രം നോക്കിയാൽ മതി. ഒറ്റ ദിവസം മഴ പെയ്താൽ ഇപ്പോഴും ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം അടക്കമുള്ള ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. ജനങ്ങൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ വാഗ്ദാനങ്ങൾക്കപ്പുറം എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം, വസ്തുത അത് നമ്മുടെ മുന്നിലുണ്ട്. കോടതിയുടെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുമോ സർ? ഷിഹാസ്, അതായത് റൂം 4 റിവർ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ്. 2018 മഹാപ്രളയത്തിന് പിന്നാലെയാണ് കേരളം അത് ചർച്ച ചെയ്ത് തുടങ്ങിയത്. പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രി നെതർലൻഡ്സ് അടക്കം സന്ദർശിക്കുകയും അവിടുത്തെ പദ്ധതി നടത്തിപ്പും മറ്റും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ ഹർജിയിലെ ആരോപണം പിന്നീട് അങ്ങോട്ടേക്ക് പദ്ധതി സംബന്ധിച്ച ആലോചനകളുണ്ടായി, അതിന് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളുണ്ടായി, പക്ഷേ കാര്യമായി മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ വലിയ പുരോഗതി ഉണ്ടായില്ല എന്നതാണ് ഹർജിയിലെ ആക്ഷേപം. അതുകൊണ്ട് അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയുണ്ടായി. അതുകൂടാതെ അതിലെ വകുപ്പ് തല ഏകോപനത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ആ പദ്ധതിയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പദ്ധതി വഴി നടപ്പാക്കാനായത്, നിർദ്ദേശിക്കപ്പെട്ടവ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അത് കോടതി പരിശോധിക്കണം. അതുകൂടാതെ തുടർന്ന് അങ്ങോട്ടേക്ക് റൂം 4 റിവർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു മേൽനോട്ടവും നിരീക്ഷണവും ഉണ്ടാകണം എന്നുകൂടി ഹർജിയിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിന്മേൽ സർക്കാരിന്റെ വിശദീകരണം, തുടർന്ന് കോടതി എന്ത് നിലപാടെടുക്കും, നടപടി സ്വീകരിക്കും എന്നതൊക്കെ പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ വളരെ കുറഞ്ഞ ഇടവേളയ്ക്ക് മുൻപ് കൂടി നമ്മുടെ നാട് ഒരു പ്രളയം, ചെറിയ തോതിലാണെങ്കിൽ പോലും ഒരു പ്രളയം കണ്ടു, അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചു. അപ്പോൾ തുടർച്ചയായി കേരളം ഇത്തരം പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ പുഴകൾക്ക്, നദികൾക്ക്, ആറുകൾക്ക്, തോടുകൾക്ക് ഒക്കെ റൂം ലഭ്യമാകണം, എന്ന് വെച്ചാൽ ഒഴുകാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാകണമെന്നാണ് പദ്ധതിയുടെ അടിസ്ഥാനം. അപ്പോൾ ആ രൂപത്തിൽ കോടതിയുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കോടതി ഇടപെടൽ ഏതായാലും ഇക്കാര്യത്തിൽ നിർണായകവുമായി. ശരി സച്ചിൻ.